അസ്സലാമു അലൈക്കും. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിലായി ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു കൊല്ലപ്പെട്ടു എന്ന തരത്തിലുള്ള വാർത്തകൾ സമൂഹമാധ്യമങ്ങളിലും വാർത്താമാധ്യമങ്ങളിലും നിരന്തരമായി പ്രചരിക്കുന്നുണ്ട്. ഇറാൻ്റെ മിസൈൽ ആക്രമണത്തിൽ നെതന്യാഹു കൊല്ലപ്പെട്ടു. നെതന്യാഹു മാത്രമല്ല, നെതന്യാഹുവിൻ്റെ സഹോദരനും അതോടൊപ്പം ഇസ്രായേലിലെ ഒരു മന്ത്രിയും കൊല്ലപ്പെട്ടു എന്ന വാർത്ത ആദ്യമായി പുറത്തുവിടുന്നത് ഇറാനിയൻ മാധ്യമങ്ങളാണ്. അതിനുശേഷം ഒരുപാട് ആളുകൾ ആ വാർത്ത ഏറ്റെടുത്തു. എന്നാൽ നെതന്യാഹുവിന് ഒന്നും സംഭവിച്ചിട്ടില്ല, അത് വെറും വ്യാജമായ വാർത്തകളാണ് എന്ന് പറയുന്നതിനപ്പുറം അതിന് കൃത്യമായ ഒരു മറുപടി പറയാൻ ഇസ്രായേൽ ഭരണകൂടത്തിന് ഇതുവരെയും സാധിച്ചിട്ടില്ല എന്നുള്ളതാണ്. ഇപ്പോൾ നോക്കിയാലറിയാം, നെതന്യാഹുവിനെ ഈ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിലായി പബ്ലിക്കിൽ, അതായത് പൊതുമധ്യത്തിൽ കാണുന്നത് കുറവാണ്. അത്തരത്തിൽ നെതന്യാഹു കൊല്ലപ്പെട്ടോ, നെതന്യാഹുവിന് എന്താണ് സംഭവിച്ചത്? ഈ കാര്യങ്ങൾ ഇപ്പോഴും ഒരു ഉത്തരം കിട്ടാത്ത ചോദ്യമായി ബാക്കി കിടപ്പുണ്ട്. ഈ ഒരു കാര്യങ്ങൾ ഇങ്ങനെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ ഒരു സമയത്താണ് നെതന്യാഹു 2 ദിവസങ്ങൾക്ക് മുമ്പ് പത്രവാർത്താ മാധ്യമങ്ങൾക്ക് മുമ്പിൽ പ്രത്യക്ഷമായത്. എന്നാൽ ആ വീഡിയോ നിമിഷങ്ങൾക്കുള്ളിൽ വലിയ രീതിയിൽ ചർച്ചയാവാനുള്ള കാരണം മറ്റൊന്നുമല്ല. ആ വീഡിയോയിൽ സംസാരിക്കുന്നത് നെതന്യാഹു അല്ല എന്നും, നേരെ മറിച്ച് അതൊരു ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്, അതായത് AI നിർമ്മിത വീഡിയോ ആണ് എന്നാണ് പലരും പറഞ്ഞു വയ്ക്കുന്നത്. അത് പറയാനുള്ള കാരണവുമുണ്ട്. ആ വീഡിയോയെ നിരീക്ഷിച്ചു കഴിഞ്ഞാൽ അതിനകത്ത് നെതന്യാഹുവിന് 5 അല്ല, നേരെ മറിച്ച് 6 വിരലുകൾ കാണാൻ സാധിക്കുന്നുണ്ട് എന്നും, സാധാരണ മനുഷ്യരിൽ നിന്നും വ്യത്യസ്തമായിക്കൊണ്ട് നിരവധി പല്ലുകൾ, ഒരുപാട് പല്ലുകൾ നെതന്യാഹുവിൻ്റെ വായിൽ കാണാൻ സാധിക്കുന്നുണ്ട്. അതുകൊണ്ട് ഇതൊരു AI നിർമ്മിത വീഡിയോ ആണ് എന്നാണ് പലരും പറഞ്ഞു വയ്ക്കുന്നത്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിരവധി വീഡിയോകൾ സമൂഹമാധ്യമങ്ങളിൽ പ്രചരിക്കുന്നുണ്ട്. അതിലെ ചില വീഡിയോകൾ നിങ്ങൾക്ക് ഞാനൊന്ന് കാണിക്കാം. Watch out. This video is a complete fake. And here is the proof from Zekai Video Check. First, look closely at his hands on the podium. The AI completely failed, leaving severely deformed, melting fingers. Next, check the face. The lip sync is totally off, and the algorithm glitches inside his mouth and teeth. Finally, the lighting is completely unnatural, digitally rendered rather than shot on a real camera. Don't fall for this deepfake. ഈ വീഡിയോയിൽ പറയുന്നത് നെതന്യാഹുവിൻ്റെ ലിപ്സിങ്ങും അതോടൊപ്പം ആ സൗണ്ടും തമ്മിൽ ഒരുപാട് മിസ്മാച്ച് ഉണ്ടെന്നാണ്. മാത്രമല്ല, അതിനകത്ത് 6 വിരലുകൾ കാണാൻ സാധിക്കുന്നുണ്ടെന്ന് പറയുന്നു. അതോടൊപ്പം ഡിജിറ്റലി, അതായത് കമ്പ്യൂട്ടറൈസ്ഡ് വഴി ചെയ്തെടുത്ത ഒരു ലൈറ്റിംഗ് സെറ്റപ്പാണെന്നും, അതോടൊപ്പം വായിനകത്ത് നിരവധി പല്ലുകൾ കാണാൻ സാധിക്കുന്നുണ്ടെന്നടക്കമുള്ള കാര്യങ്ങൾ വിശദീകരിച്ചുകൊണ്ട് വീഡിയോയിൽ പറഞ്ഞു വെക്കുന്നുണ്ട്. ആ വീഡിയോ പരിശോധിക്കുന്ന സമയത്ത് വ്യക്തമായി കാണാൻ സാധിക്കുന്നുണ്ട് നെതന്യാഹുവിൻ്റെ ആ ഒരു കയ്യിലുള്ളത് 5 അല്ല, നേരെ മറിച്ച് 6 വിരലുകളാണ്. അതുകൊണ്ട് തന്നെ ഇതൊരു ഫേക്കാണ്, AI നിർമ്മിത വീഡിയോ ആണ് എന്ന് എല്ലാവരും കൃത്യമായി പറഞ്ഞു വെക്കുന്നു. ഇതിൽ നിന്നും നെതന്യാഹു ജീവനോടെ ഇല്ല, നേരെ മറിച്ച് കൊല്ലപ്പെട്ടിരിക്കാമെന്നാണ് എല്ലാവരും പറഞ്ഞു വെക്കുന്നത്. പക്ഷേ ഇതിനെക്കുറിച്ചൊന്നും വ്യക്തമായ മറുപടി പറയാൻ ഇസ്രായേൽ ഭരണകൂടം ഇതുവരെയും തയ്യാറായിട്ടില്ല എന്നുള്ളതാണ്. നോക്കിനി അഥവാ നെതന്യാഹു കൊല്ലപ്പെട്ടിരുന്നാൽ പോലും അതിൻ്റെ കൃത്യമായ ഉത്തരം പറയാൻ ആ ഭരണകൂടം ഒരിക്കലും തയ്യാറാകില്ല. ഇസ്രായേലിൽ മാധ്യമങ്ങൾക്ക് വലിയ രീതിയിലുള്ള കർശനമായ നിയന്ത്രണങ്ങളുണ്ട്. ഇറാൻ ഇസ്രായേൽ നടത്തുന്ന ആക്രമണങ്ങളുടെ ആ ഒരു ഭവിഷ്യത്തുകൾ, അതിൻ്റെ ആഘാതം, അതിൻ്റെ നഷ്ടങ്ങൾ പുറം ലോകം അറിയരുത് എന്ന് ഇസ്രായേൽ ഭരണകൂടവും നെതന്യാഹുവും ആഗ്രഹിക്കുന്നുണ്ട്. കാരണം അത് പുറം ലോകം അറിഞ്ഞു കഴിഞ്ഞാൽ അത് നെതന്യാഹുവിന് വലിയ നാണക്കേടാണ്. ഇത്രയധികം അയൺ ഡോം സംവിധാനങ്ങളൊക്കെ ഉണ്ട് എന്ന് ഇത്രയും കാലം ലോകത്തിന് മുന്നിൽ വീമ്പിളക്കിയ ആ രാജ്യം ഇങ്ങനെ ഇറാൻ്റെ മിസൈൽ ആക്രമണത്തിൽ ഓരോന്നായി തകർന്നു വീഴുമ്പോൾ അതിൻ്റെ നാണക്കേട് പറയേണ്ടതില്ലല്ലോ. അതിനേക്കാൾ അപ്പുറം ആ ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യത്തിൻ്റെ ഭരണാധികാരി, അവിടുത്തെ പ്രസിഡന്റ് ബെഞ്ചമിൻ നെതന്യാഹു കൊല്ലപ്പെട്ടു എന്ന് പുറം ലോകം അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ പ്രത്യേകിച്ച് പറയേണ്ടതില്ല. അതുകൊണ്ട് തന്നെ ഇനി അഥവാ നെതന്യാഹു കൊല്ലപ്പെട്ടാൽ പോലും ആ വാർത്ത എങ്ങനെയെങ്കിലും പരമാവധി പുറത്തു കടക്കാതെ ആ നാണക്കേട് മറയ്ക്കാൻ വേണ്ടി അവർ കഴിവിൻ്റെ പരമാവധി ശ്രമിച്ചുകൊണ്ടേയിരിക്കും. ഇനി അഥവാ ഈ ഒരു ആക്രമണത്തിൽ നെതന്യാഹു കൊല്ലപ്പെട്ടില്ല എന്ന് നിങ്ങൾ വിചാരിക്കുക. പക്ഷേ അതിനേക്കാളേറെ ഓരോ ദിവസവും ഇഞ്ചിഞ്ചായി മരണത്തോട് മല്ലടിച്ചാണ് നെതന്യാഹു കടന്നു പോകുന്നത്. ഇത് ഞാൻ വെറുതെ പറയുന്നതൊന്നുമല്ല. നമ്മൾ പലപ്പോഴും ഓരോ കാര്യങ്ങൾ പറഞ്ഞു വെക്കുന്ന സമയത്ത് അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള അന്താരാഷ്ട്ര മാധ്യമങ്ങൾ പുറത്തുവിടുന്ന വാർത്തകൾ പലപ്പോഴും കാണിക്കുമ്പോഴും അതെല്ലാം വെറും ഫേക്കാണ്, വ്യാജമാണ് എന്ന് പറഞ്ഞുകൊണ്ട് പലപ്പോഴും കുറേ സംഖ്യകളും കൃസംഖ്യകളും ഒക്കെ വരാറുണ്ട്. എത്ര തന്നെ തെളിവുകൾ സഹിതം കാര്യങ്ങൾ പറഞ്ഞു കൊടുത്താലും അവറ്റകൾക്ക് തലയിൽ കയറില്ല. പക്ഷേ പറയാതിരിക്കാൻ കഴിയില്ലല്ലോ, പറയേണ്ട കാര്യങ്ങൾ പറഞ്ഞു തന്നെ പോകണം. നോക്കി, ഞാനിനി നെതന്യാഹുവുമായി ബന്ധപ്പെട്ടുകൊണ്ട് പറയാൻ പോകുന്ന ഓരോ കാര്യങ്ങളുടെയും വാർത്തകൾ ഞാൻ സൈഡിൽ കൊടുക്കാം. അതും കേരളത്തിലെ മാധ്യമങ്ങൾ പുറത്തുവിട്ട വാർത്തയൊന്നുമല്ല, അന്താരാഷ്ട്ര മാധ്യമങ്ങൾ പുറത്തുവിട്ട വാർത്തകളാണ് ഞാൻ ഈ കാണിക്കാൻ പോകുന്നത്. നോക്കൂ, കഴിഞ്ഞ കുറേ നാളുകളായി നെതന്യാഹുവിനുണ്ടായ രോഗവിവരങ്ങളെക്കുറിച്ച്, നെതന്യാഹുവിന് നടത്തിയ ഓപ്പറേഷനുകളെക്കുറിച്ച്, സർജറികളെക്കുറിച്ച് ഈ ടൈംസ് ഓഫ് ഇസ്രായേൽ എന്ന് പറയുന്ന ഇസ്രായേൽ മാധ്യമം തന്നെ
പുറത്തുവിട്ടിട്ടുണ്ട് എന്നുള്ളതാണ്. ജൂലൈ 20 പുറത്തുവിട്ട റിപ്പോർട്ട് പ്രകാരം നെതന്യാഹുവിന് ഭക്ഷ്യവിഷബാധയേറ്റു എന്ന വാർത്തയാണ് അവർ പുറത്തുവിട്ടത്. നിങ്ങളൊന്ന് ആലോചിക്കണം, ഒരു രാജ്യത്തെ പ്രസിഡന്റ് എന്ന് പറയുന്നത് പലപ്പോഴും അയാൾ ചെയ്യുന്ന കാര്യങ്ങൾ മോണിറ്റർ ചെയ്യപ്പെടുന്നു എന്നുള്ളതാണ്. അതായത് അയാൾ കഴിക്കുന്ന ഭക്ഷണം മുതൽ എല്ലാ കാര്യങ്ങളും വളരെയധികം കൃത്യതയോടുകൂടിയാണ് നിരീക്ഷിച്ച് അവിടെയുള്ള ആളുകൾ നോക്കിക്കാണുന്നത്. കാരണം ഒരു രാജ്യത്തെ പ്രസിഡന്റിന് ഒന്നും സംഭവിക്കാൻ പാടില്ല, അദ്ദേഹത്തിൻ്റെ ജീവന് ഭീഷണി ഉണ്ടാകാൻ പാടില്ല എന്നുള്ള കാര്യങ്ങൾ മുൻകൂട്ടി കൊണ്ടാണ് അവർ അത്തരം കാര്യങ്ങൾ വളരെയധികം ശ്രദ്ധയോടുകൂടി നോക്കിക്കാണുന്നത്. അത്തരമൊരു സാഹചര്യത്തിലാണ് നെതന്യാഹുവിന് ഭക്ഷ്യവിഷബാധ ഏൽക്കുന്നത്. ആ സമയങ്ങളിൽ നെതന്യാഹു മന്ത്രിസഭാ യോഗത്തിൽ പങ്കെടുത്തിരുന്നില്ല. അത് എന്താണെന്ന് അന്വേഷിച്ചറിഞ്ഞപ്പോഴാണ് നെതന്യാഹു അസുഖബാധിതനായിക്കൊണ്ട് ആശുപത്രിയിലാണ് എന്നുള്ള കാര്യം നെതന്യാഹുവിൻ്റെ ഓഫീസ് അറിയിക്കുന്നത്. നോക്കതും വലിയ സാങ്കേതിക വിദ്യയും ടെക്നോളജിയും ഉണ്ട് എന്നൊക്കെ അവകാശപ്പെടുന്ന ആ ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യത്തിൻ്റെ പ്രസിഡന്റിനാണ് ഇത്തരത്തിൽ ഭക്ഷ്യവിഷബാധ ഏൽക്കുന്നത്. ഇനി അതുമാത്രമല്ല, ഈ ഭക്ഷ്യവിഷബാധ ഏറ്റുകൊണ്ട് വലിയ രീതിയിലുള്ള ഒരു അസുഖം നെതന്യാഹുവിനെ പിടികൂടുന്നുണ്ട്. ഈ കേടായ ഭക്ഷണം കഴിച്ചതിൻ്റെ ഭാഗമായിട്ട് നെതന്യാഹുവിന് കുടൽ വീക്കമുണ്ടായി എന്ന് ഡോക്ടർമാർ കണ്ടെത്തി. ഇതിൻ്റെ ഭാഗമായി നിർജ്ജലീകരണം, അതായത് ഡീഹൈഡ്രേഷൻ സംഭവിക്കുകയും ചെയ്തു. നെതന്യാഹുവിന് 75 വയസ്സായി. ആ 75 വയസ്സുകാരനായ നെതന്യാഹു കഴിഞ്ഞ കുറേ കാലങ്ങളായി വലിയ രീതിയിലുള്ള ആരോഗ്യ പ്രശ്നങ്ങളിലൂടെയാണ് കടന്നു പോകുന്നത്. ഡിസംബറിൽ നെതന്യാഹുവിൻ്റെ പ്രോസ്റ്റേറ്റ് നീക്കം ചെയ്തിരുന്നു. 2024 മാർച്ചിൽ ഹെർണിയ ശസ്ത്രക്രിയ നടത്തുകയുണ്ടായി. 2023 ഹൃദയസ്തംഭനം ഉണ്ടായതിനെ തുടർന്ന് പേസ് മേക്കർ സ്ഥാപിച്ചിരുന്നു. ഇങ്ങനെ നിരന്തരമായ ആരോഗ്യ പ്രശ്നങ്ങളിലൂടെ ഓരോ നിമിഷവും ഇങ്ങനെ ഇഞ്ചിഞ്ചായിക്കൊണ്ട് മരിച്ചുകൊണ്ടിരിക്കുകയാണ് നെതന്യാഹു. സത്യത്തിൽ ഇതിനേക്കാൾ വലിയ ശിക്ഷ നെതന്യാഹുവിന് കിട്ടാനില്ല. ഓരോ ദിവസവും നെതന്യാഹു തൻ്റെ മരണം മുന്നിൽ കണ്ടുകൊണ്ട് ജീവിക്കുകയാണ്. ആ നെതന്യാഹു ഇറാൻ്റെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടാലെന്ത്, കൊല്ലപ്പെട്ടില്ലെങ്കിലെന്ത്? നെതന്യാഹു കൊല്ലപ്പെട്ട് കഴിഞ്ഞാൽ എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരമാകുമെന്ന് നിങ്ങൾ ഒരിക്കലും വിചാരിക്കരുത്. നെതന്യാഹു കൊല്ലപ്പെട്ട് കഴിഞ്ഞാൽ ഒരുപക്ഷെ നെതന്യാഹുവിനേക്കാൾ കടുത്ത ക്രൂരനും ഏകാധിപതിയുമായ ഒരു ഭരണാധികാരി ഒരുപക്ഷെ നാളെ ഇസ്രായേലിലേക്ക് കടന്നു വന്നു എന്നിരിക്കാം. അവനും ഇതേ തെമ്മാടിത്തരങ്ങൾ തന്നെയായിരിക്കും നാളെയും കാണിച്ചു കൂട്ടാൻ പോകുന്നത്. നോക്ക്, മുമ്പുണ്ടായിരുന്ന ഇസ്രായേൽ പ്രസിഡന്റായ ഏരിൽ ഷാരോൺ എങ്ങനെയാണ് മരണപ്പെട്ടത്? ഇഞ്ചിഞ്ചായിക്കൊണ്ട് വർഷങ്ങളായി കട്ടിലിൽ കിടന്ന രോഗാവസ്ഥയിൽ ഓരോ നിമിഷവും മരണത്തെ മുന്നിൽ കണ്ട് ഇഞ്ചിഞ്ചായിട്ടായിരുന്നു ഏരിൽ ഷാരോൺ മരണപ്പെട്ടത്. ധിക്കാരികളായ ഏകാധിപതികളായ ഒരു ഭരണാധികാരികളും നല്ലതുപോലെ ജീവിച്ച് ഈ ഭൂമിയിൽ നിന്നും കടന്നുപോയ ചരിത്രമില്ല. എല്ലാവന്മാരും അനുഭവിച്ചേ ഇവിടെ നിന്നും മടങ്ങുകയുള്ളൂ. ഒരു തെറ്റും ചെയ്യാത്ത നിരപരാധികളായ മനുഷ്യരെയാണ് ഇത്തരം ആളുകൾ കൊന്നൊടുക്കുന്നത്. നോക്കൂ, ഗസ ഇന്നും വലിയ തീരാ നോവാണ്. ആ വേദന ഒരിക്കലും നമ്മുടെ മനസ്സിൽ നിന്ന് മായുകയില്ല. ഗസയിലെ 10,000 വരുന്ന പിഞ്ചു കുട്ടികളെയാണ് ഈ നരാധമന്മാർ കൊന്നൊടുക്കിയത്. കുട്ടികൾ മാത്രമല്ല, സ്ത്രീകൾ, അവിടെയുള്ള തൻ്റെ കൂടപ്പിറപ്പുകൾ ഇസ്രായേലിൻ്റെ ആക്രമണത്തിൽ തങ്ങളുടെ കൺമുന്നിൽ ചിന്നിച്ചിതറുകയാണ്. അവർ അത്രയും കാലം കുടുംബമൊത്ത് സന്തോഷിച്ച് ജീവിച്ചിരുന്ന വീടുകൾ തകർന്ന് തരിപ്പണമായി മാറി. ആ പാവങ്ങൾക്ക് കിടക്കാൻ കിടപ്പാടമില്ല, കഴിക്കാൻ ഇപ്പോൾ ഭക്ഷണമില്ല. വല്ലാത്ത പ്രയാസത്തിലൂടെയാണ് ആ ജനത കടന്നു പോകുന്നത്. ചെയ്തു കൂട്ടിയ എല്ലാ തെമ്മാടിത്തരങ്ങൾക്കും ഒരു നാൾ അനുഭവിക്കുക തന്നെ ചെയ്യും.